ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആഴ്ചത്തിലെ പ്ലെയർ ഓഫ് ദി വീക്കാണ്. എന്തായാലും പ്ലെയർ ഓഫ് ദി വീക്ക് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ടീമിലെ കോച്ച് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് സെർജിയോ ലൊബേറയാണ്. കാരണം ബംഗളൂരു FC ആയിട്ട് 4-1 വിജയിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അല്ലേ കോച്ചാകത്തുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ഡിഫൻസിലേക്ക് വരുമ്പോൾ ഡിഫൻസിന് മുമ്പ് നമുക്ക് ഗോൾ കീപ്പിംഗ് നോക്കാം. ഗോൾ കീപ്പിംഗ് അൽബീനോ ഗോമസ് ആണ്. അതിനൊരു പെനാൽറ്റി സേവ് ഒക്കെ ഉണ്ടായിരുന്നു. ഫ്രാൻ ഗോൺസാൽവസ് അടിച്ച ഒരു പന്ത് അദ്ദേഹം സേവ് ചെയ്തിരുന്നു. സോ അതിൻ്റെ ഫലത്തിൽ ഉറപ്പായിട്ടും അദ്ദേഹം ഗോൾ കീപ്പറായിട്ട് വരും. പിന്നെ മെഹ്താബ് സിംഗ്, സ്റ്റീഫൻ എസ് മുർത്തഡ ഫാൾ, ഇവർ രണ്ടുപേരുടെയും കാര്യം ഞാൻ പറയേണ്ടല്ലോ. ഗോൾ സ്കോറിംഗ് ഡിഫൻഡേഴ്സാണ്. പിന്നെ സ്റ്റീഫൻ എസ് ഇല്ലാതെ ജംഷഡ്പൂർ FC ഇല്ല. പിന്നെ മുർത്തഡ ഫാൾ, അഹമ്മദ് ജാഹോ ഒരു കോമ്പോ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. കൂടാതെ മുർത്തഡ ഫാളാണ് ഈ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടി. ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തുന്ന താരത്തെയാണ് ക്യാപ്റ്റനാകാൻ. സോ മുർത്തഡ ഫാൾ ക്യാപ്റ്റനായിട്ടുണ്ട്. സോ ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് മുർത്തഡ ഫാൾ എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ സീസണിലല്ല, ഈ ഒരു മാച്ചിലെ ഈ ഒരു വീക്കിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് മുർത്തഡ ഫാളാണ്. പിന്നെ ബോറിസിംഗ് നമുക്കെതിരെ ഗോൾ അടിച്ചു. ഡിഫൻസീവിലി നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ കാൽ മക്യൂഗാണ്. എന്തായാലും അദ്ദേഹം ഒരു ഡിസപ്പിയറിങ് പ്ലെയറാണ്. അതായത് അദ്ദേഹം ഗ്രൗണ്ടിലുണ്ടെന്ന് നമുക്ക് തോന്നത്തേയില്ല. എന്തായാലും അദ്ദേഹത്തിന് പകരം വേണമെങ്കിൽ അഡ്രിയാൻ ലൂണയെ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. കാരണം അഡ്രിയാൻ ലൂണ വളരെ മികച്ച രീതിയിലാണ് കളിച്ചത് ആ ഒരു ഗെയിം. പിന്നെ ഗ്രെഗ് സ്റ്റുവർട്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ഗ്രെഗ് സ്റ്റുവർട്ടും അതുപോലെ മേഹദി തലാവളുണ്ട്. പിന്നെ വിങ്ങേഴ്സായിട്ട് മുഹമ്മദ് സനാൻ ഒരു വിങ്ങർ അല്ലെങ്കിൽ ഫോർവേഡ് പൊസിഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ ദിമിത്രോസ് ഡാമാൻഡോസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോള്, പിന്നെ മൗറീഷ്യോയുടെ ഒരു 2 ഗോൾ. സോ ഇവർ 3 പേരുമാണ് ഫോർവേഡ് പൊസിഷനുള്ളത്. സോ എന്തായാലും കറക്റ്റ് ഒരു ടീം ഓഫ് ദി വീക്ക് എന്ന് തന്നെ പറയണം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സ്റ്റാർ സ്പോർട്സിലേക്ക് വീണ്ടും ISL എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ജിയോ സ്റ്റാർ അവരുടെ ഒരു കൊളാബറേഷൻ നടന്നിരിക്കുകയാണ്. സോ അതിനുശേഷം ഇപ്പോൾ കബഡിയൊക്കെ നമ്മുടെ ജിയോ സിനിമയിലല്ല നമ്മുടെ സ്പോർട്സ് 18 കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ISL സ്റ്റാർ സ്പോർട്സിലും കാണിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സ്റ്റാർ സ്പോർട്സ് 3 ISL ടെലികാസ്റ്റ് ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും സ്റ്റാർ സ്പോർട്സിലേക്ക് ISL തിരിച്ചെത്തിയിരിക്കുകയാണ്.